Hi guys, welcome back to my YouTube channel. It's me Vaika. So ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റഡി വ്ലോഗ് പ്ലസ് സ്റ്റഡി ടിപ്സ് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് വൈക ലക്ഷ്മി ആൻഡ് ഐ എം കറൻറ്റ്ലി സ്റ്റഡിങ് ഇൻ 8th സ്റ്റാൻഡേർഡ്. നാളെ അതായത് 6th മാർച്ച് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് 8th-നും 9th-നും. അപ്പോൾ നമുക്ക് നാളെ അതായത് 8th സ്റ്റാൻഡേർഡിൽ നാളെ ലാംഗ്വേജ് ആണ് എക്സാം. അപ്പോൾ ഞാൻ സംസ്കൃതമാണ് എടുത്തിരിക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് അതിൻ്റെ എക്സാം ഉണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പഠിക്കാൻ ടൈമുണ്ട്. ഇപ്പോൾ ടൈം 7 എത്ര ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ട ടിപ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ. നമ്മുടെ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യങ്ങളോ ടിപ്പൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. കൂടാതെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. കം ഓൺ. അപ്പോൾ ഗൈസ് ഒരു കോമൺ ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു ടിപ്പാണ് ഈ വെള്ളം നമ്മുടെ അടുത്ത് തന്നെ വെക്കുന്നത്. അതായത് പഠിക്കാനിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ വെള്ളം അടുത്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കാൻ മാത്രമല്ല, നമ്മൾ ഉറക്കമൊക്കെ വരുമ്പം അത് എന്താണെന്ന് പോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണിത്. അപ്പോൾ അങ്ങനെ വെള്ളം നമ്മൾ അടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട റഫ് ബുക്കും അതേപോലെ തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതിൻ്റെ ടെക്സ്റ്റ്, നോട്ട്, പിന്നെ പെന്ന്, പെൻസിൽ, കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ പല സ്ഥലത്തു നിന്ന് എടുത്ത ക്ലിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെബാട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നുന്നുണ്ട്. അപ്പം അവസാനം തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയ 5 മെയിൻ ടിപ്പുകൾ നമുക്ക് നോക്കിയാലോ. കമോൺ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് റീഡ് ദ ചാപ്റ്റർ. അതായത് നമ്മുടെ ബുക്കിലുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അറബി ആയാലും ഉറുദു ആയാലും സംസ്കൃതം ആയാലും മലയാളം ആയാലും ഏതായാലും നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കണം. അടുത്ത ടിപ്പിലോട്ടേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് സാമഗ്രികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്റ്റഡി ബുക്ക് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജ് ഞാൻ കുറച്ച് ആഡംബരമായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് 2026 കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത പേജിൽ സ്റ്റഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ 8th സ്റ്റാൻഡേർഡിലെ സബ്ജക്റ്റ് പോർഷൻസ് അതായത് ചാപ്റ്റേഴ്സൊക്കെ എഴുതി കൊടുക്കുകയാണ്. മലയാളം, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, അതേപോലെ തന്നെ ഹിന്ദി, സാൻസ്ക്രിറ്റ്, അങ്ങനെ എല്ലാം ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റഡി ഹവേഴ്സ്, അത് സ്റ്റഡി ട്രാക്കറാണ് ചെയ്തത്. പക്ഷേ അത് ഞാൻ ചെയ്യലില്ല. പിന്നെ ചാപ്റ്റർ വൈസ് ടോപ്പിക്സ്, ഓരോ ചാപ്റ്റർ അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റർ വൈസിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അടുത്തത് റിവിഷൻ ചെയ്തത്, എത്ര പ്രാവശ്യമാണ് റിവിഷൻ ചെയ്തത്, കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സ്റ്റഡി പ്ലാനേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാനൊരു ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ അടക്കം ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഓർഗനൈസ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ബുക്ക്. പിന്നുള്ളത് ഞാൻ ഇതാണ് ഈ ഒരു ബുക്കിൽ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ മെയിനായിട്ട് ചെയ്യല്. ഇത് ഭയങ്കര ക്യൂട്ട് ബുക്ക്. ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എഴുതാറ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചിലതൊന്നും ചെയ്യില്ല. പിന്നെ റൊട്ടീനും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ എന്തെങ്കിലും ടു ഡു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തൊക്കെ ചെയ്യണം എന്ന് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോകാമല്ലോ. നമുക്ക് ഇങ്ങനത്തെ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കി നോട്ട് എടുക്കുക. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിക്കി നോട്ടും ഇല്ലെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാം. അതും നിങ്ങൾക്ക് എടുക്കാൻ മടിയാണെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലും ചാപ്റ്റർ വൈസ് ടോപ്പിക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില ടൈമിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ട് എടുക്കും. പിന്നെ ഇതേപോലത്തെ ഒരു സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിന് ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒട്ടിക്കാൻ നോക്കിയത് ഒട്ടുകയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇതിലൊട്ടിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് പിൻസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പിന്നെടുത്തിട്ട് ഞാൻ ഇതിൽ ക്ലിപ്പ് ചെയ്യും, അതായത് കുത്തും. അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ അത് അവിടെ നിൽക്കുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ചെയ്യാറ്. പിന്നെ വേറൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ വാച്ചോ അല്ലെങ്കിൽ ക്ലോക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ സമയമൊക്കെ നോക്കി പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടിപ്പ് നോക്കിയാലോ. സെക്കൻഡ് ടിപ്പ് വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കീ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കീ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോന്നിനും മാർക്ക് കിട്ടും. അതായത് ഇപ്പോൾ ടിപ്പണി, അതായത് കുറിപ്പൊക്കെ വരിക വെച്ചാൽ നമുക്ക് അതിൽ ഈ കീ പോയിൻറ്റ്സ് എഴുതിയാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ അതായത് നമുക്ക് കുറിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ആ കീ പോയിൻ്റ് വെച്ച് എഴുതി വെച്ചാൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കഥയും കവിതയൊക്കെ ആയിരിക്കുമല്ലോ മെയിനായിട്ട് തരിക. അപ്പോൾ അത് ആരാ എഴുതിയത്, അതിൻ്റെ ഓതർ ആരാന്നുള്ളത് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറിപ്പൊക്കെ വന്നാൽ തന്നെ അതും വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിനൊക്കെ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. മാർക്ക് കിട്ടാനൊക്കെ എളുപ്പത്തിലൊക്കെ മാർക്ക് കിട്ടും അതിന്. പിന്നെ വേറൊരു കോമൺ ടിപ്പ് പറയും, ഇതേപോലെ സ്റ്റഡി പ്ലാനർ സെറ്റാക്കാവുന്നതാണ്. അതായത് നമുക്ക് നാളെ എന്താ ചെയ്യണമെന്ന് തലേ ദിവസം തന്നെ എഴുതി വെക്കുക. ഏതൊക്കെ പോർഷൻ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഓർഗനൈസ് ആയിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ലാംഗ്വേജിൻ്റെ 4th ടിപ്പ് നോക്കിയാലോ. നമ്മൾ ഗ്രാമറും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അക്ഷരങ്ങൾ, വേർഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട് തന്നെ എഴുതാനൊക്കെ പറ്റുന്ന രീതിക്ക് നമ്മൾ അതൊക്കെ പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത ടിപ്പ് 5th ആൻഡ് ലാസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാപ്റ്റർ വൈസൊക്കെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും, അതായത് അതിൻ്റെ ചാപ്റ്റർ വൈസ് നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും എങ്ങനെയാണ് ആ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കോൺസെപ്റ്റൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ടിപ്പൊക്കെ വെച്ചിട്ട് ഇനി നെക്സ്റ്റ് എക്സാം, ലാംഗ്വേജ് എക്സാമിൻ്റെ ഒന്ന് നിങ്ങൾ പഠിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ അലാറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. 11 മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ടൈം. അപ്പോൾ അടിപൊളി എക്സാം ടിപ്സും അതേപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. അതേപോലെ തന്നെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളും അതേപോലെ തന്നെ അടിപൊളി വീഡിയോസൊക്കെ കമ്മിങ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അവരേക്കും ദിസ് ഇസ് വൈക ലക്ഷ്മി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.